ആഹാ, രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കാണല്ലേ? എനിക്ക് നിങ്ങളോട് രണ്ടുപേരും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം മാലു? അതറിയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കും. നീ കാര്യം പറയും മാലു. ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ ഒരാള് ഗർഭിണിയാണെന്ന്. അതാരാണെന്ന് അറിയോ? നന്ദിനിടത്തിയാ. എന്റെ ബുദ്ധിപരമായ ചില നീക്കത്തിലൂടെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ അതിവിദഗ്ധമായി ഞാൻ കണ്ടുപിടിച്ചതാ. ഈ ചെമ്പകമംഗലം തറവാടിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ ആരെ ഈ മാലത അനുവദിക്കില്ല. ചെല്ലമ്മേ, ചെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്ക് ഇതൊക്കെ സത്യമാണെന്ന്. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി അമ്മ പറയണം മൂത്ത മരുമകളുടെ കള്ളക്കളികളൊന്നും ഈ ഇളയ മരുമകളെ വെച്ചു പൊറപ്പിക്കില്ല എന്ന്. ഇരുന്ന് സമയം കളയാതെ ചെല്ലമ്മേ. തടയണ്ട ചേച്ചി, ഇതൊക്കെ കേൾക്കുമ്പോ ഏതൊരമ്മയും പ്രതികരിച്ചു പോവും. അതുകൊണ്ട് അമ്മയെ വിട്. അമ്മ ചെന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വരട്ടെ. അമ്മേ, ചേച്ചി അമ്മയെ വിട്. ഈ വാർത്ത അറിഞ്ഞ ചോരത്തിളപ്പി തന്നെ അമ്മ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കട്ടെ. മാലു, എന്തായാലും നീ കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. നമുക്ക് സാവധാനം നന്ദിനിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോരെ? ഞാൻ വന്ന് ഇത്രയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്കെന്താ ഒരു കൂസലും ഇല്ലാത്ത? ഇത്രയും വലിയൊരു രഹസ്യം ഞാൻ വന്ന് പറയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കുമെന്നാ ഞാൻ കരുതിയത്. അല്ല മാലു, ഞങ്ങൾ ശരിക്കും ഞെട്ടിയായിരുന്നു. നീ കാണാഞ്ഞതാ. ആണോ? നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ഞെട്ടാം. എന്താ, ഞെട്ടട്ടെ? മതിയോ? അതോ കുറച്ചുകൂടെ കൂടുതൽ വേണോ? ചേച്ചി. സാവിത്രി, നീ അവളെ കളിയാക്കാതെ. മനഃപൂർവ്വം മാരുതി പറയുന്ന അല്ലല്ലോ ഇതൊന്നും. മോളിരിക്കെ. ഇരിക്കും മോളെ, ഇരിക്കെ. സാവിത്രി, എനിക്ക് നിന്നെ പോലെ തന്നെയാ ഇവളും. മരുമോളായിട്ടല്ല, മകളായിട്ടാ ഞാനിവളെ കാണുന്നേ. ഓ, അമ്മ വിഷയത്തിന് പിന്മാറുന്നു. ഇവിടത്തെ വിഷയം നന്ദിനിയിടത്തെ ഗർഭിണിയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചതാ. അമ്മ പറയുന്നത് മരുമകളോടുള്ള വാത്സല്യത്തെ കുറിച്ചാ. ഓ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. മോളെ, എല്ലാം ശരിയാവും. ശരിയാക്കാം നമുക്ക്. ഇത് ചികിത്സിക്കാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ. ചികിത്സിക്കാനോ? ആര് ചികിത്സിക്കാൻ? എത്ര പണം മുടക്കേണ്ടി വന്നാലും മോളെ തിരിച്ച് ജീവിതത്തിലേക്ക് ഈ അമ്മ കൊണ്ടുവരും. നല്ല ഹോസ്പിറ്റലിൽ തന്നെ പോവാം. അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും. അലോപ്പതിയോ? അതിന് എനിക്ക് എന്താ അസുഖം? ഇല്ല, എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. ഒന്നുമില്ല എന്റെ കുട്ടിക്ക്. അമ്മ എന്താ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? വാത്സല്യം